ഒരിക്കൽ ശൗനകാദി മഹാമുനികൾ നൈമിഷാരണ്യത്തിൽ നടത്തുന്ന ദീർഘസത്രത്തിലേക്ക് വ്യാസശിഷ്യനായ രോമഹർഷണൻ എന്ന മുനി എത്തിയപ്പോൾ അദ്ദേഹത്തോട് ശിവധർമ്മം ഉപദേശിക്കണമെന്ന് മുനിമാർ അപേക്ഷിച്ചു. ശിവമാഹാത്മ്യം വർണ്ണിക്കുവാൻ തുടങ്ങിയ അദ്ദേഹം ദക്ഷകഥ വിവരിക്കുന്നു. ദക്ഷപ്രജാപതി ഒരിക്കൽ നൈമിഷാരണ്യത്തിൽ വന്നപ്പോൾ ഋഷിമാരും ദേവാസുരന്മാരും അദ്ദേഹത്തെ എഴുന്നേറ്റു നിന്ന് പൂജിച്ചു, ബഹുമാനിച്ചു. ശിവൻ മാത്രം എഴുന്നേറ്റില്ല, ബഹുമാനിച്ചില്ല, കണ്ടഭാവം നടിച്ചതുമില്ല. ഇത് കണ്ട കുപിതനായ ദക്ഷൻ ഭൂതപിശാചുക്കളോടൊപ്പം നടക്കുന്നവനും ശ്മശാനവാസിയും പാപശീലനുമായ ഇവൻ യാഗങ്ങളിൽ നിന്ന് ബഹിഷ്കൃതനായി തീരട്ടെ എന്ന് ശപിച്ചു. ഇത് കേട്ട് കുപിതനായ നന്ദി യജ്ഞങ്ങൾ സഫലമാവുന്നത് ശിവസ്മരണ കൊണ്ടാണെന്നും ബ്രാഹ്മണ ചാബല്യം കൊണ്ടാണ് നീ എന്റെ സ്വാമിയെ ശപിച്ചതെന്നും പറഞ്ഞു. അപ്പോൾ ദക്ഷൻ നന്ദിയെയും ഗണങ്ങളെയും കൂടി ശപിച്ചു. നന്ദി ദക്ഷനെയും തിരിച്ച് ശപിച്ചു. ഇത് കേട്ട് ശിവൻ മന്ദഹാസപൂർവം നന്ദിയെ ഉപദേശിച്ചു. വേദവാദികളായ ബ്രാഹ്മണരെ ശപിക്കരുത്. വേദം മന്ത്രവും സൂക്തവുമാണ്. സൂക്തങ്ങൾ തന്നെയാണ് ആത്മാവ്. ആ ആത്മാവ് ഞാൻ തന്നെയാണ്. അതുകൊണ്ട് ആത്മജ്ഞാനം ഉള്ളവരെ നിന്ദിക്കരുത്. നീ ഈ പ്രാകൃതഭാവം ഉപേക്ഷിച്ച് ജ്ഞാനിയായി തീരണം. തത്വജ്ഞാനം കൊണ്ട് ക്രോധത്തെ ജയിക്കണം. ഈ വാക്കുകൾ കേട്ട് ജ്ഞാനോദയമുണ്ടായ നന്ദി ശിവനോട് ചേർന്ന് പരമാനന്ദത്തിൽ ലയിച്ചു. ദക്ഷനാകട്ടെ ശിവപൂജ ചെയ്യാതെ ശിവനെ നിന്ദിക്കുന്നവനും അശാന്തനും ആയിത്തീർന്നു.